അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എഗ് ബുർജിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചോളം ഉണ്ടാകും. പിന്നെ എടുത്തേക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും ചേഞ്ച് ആകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയും സവാളയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ്. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം മുട്ട ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചിക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം അതാ ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എഗ് ബുർജി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.